ആ രാഘവ മാഷ് വന്നോ? ഞാൻ കാത്തിരിക്കായിരുന്നു. ഒരു പരാതി എഴുതി തരണം. ഇപ്പൊ അല്പ തിരക്കുണ്ട്. വൈകിട്ട് സ്കൂളിലേക്ക് വരും. 2 ചായ കടിക്കാനൊന്നുമില്ലേ? മത്തായി സാറിന് കാര്യമായിട്ട് വല്ലതും കൊടുക്കണം. താഴെ വരെ നടക്കാനുള്ളതാ. ഓ, എനിക്കൊന്നും വേണ്ട. നാട്ടില് മഴയൊക്കെ ഉണ്ട് മാഷേ. സാറ് DD-യെ കാണുമോ? ഓ ഇല്ല, ഞാനൊരു 6 മാസത്തെ കൂടി ലീവ് നീട്ടാൻ പോവുക. ഇനിയിപ്പോ ഓണാവധി കഴിയാതെ പുതിയ മാറ്റമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോഴും ഓർഡറൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെയും നീട്ടും, അത്ര തന്നെ. ഉള്ള കൃഷി നോക്കി നടത്തിയാവും സാറിന് ഇതിലും ലാഭം. ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളാ കഷ്ടം. 1 മാസത്തെ ശമ്പളം കിട്ടിയില്ലേ കാര്യം മാറും. അതുകൊണ്ടാണല്ലോ ഈ ഓണം കയറാൻ മൂലയെ വന്ന് കിടക്കണേ. ലീവ് വേക്കൻസിയിൽ ആരോ വരുന്നെന്ന് കേട്ടല്ലോ. കുറെ നാളായിട്ട് ഞാൻ എഴുതുക. ഒരാളെ കൊണ്ട് 4 ക്ലാസ് എങ്ങനെ നടത്താനാ? ഇൻസ്പെക്ഷൻ വന്നു പോയോ? ഓ, ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരാറില്ല. രജിസ്റ്ററും കൊണ്ട് ചെല്ലാൻ പറയും. കുഞ്ഞുറങ്ങിയോ? ആ, നല്ല ക്ഷീണം കാണും. എന്തൊരു വെയിലായിരുന്നു. ഇത്രയും നടപ്പുണ്ടെന്ന് വിചാരിച്ചില്ല. ഇവിടെ വന്നപ്പോ അല്പ സുഖമുണ്ട്. ഇരിക്കേ, ഞാൻ അല്പ കാപ്പി ഇടാം. ഞാനാകാം. എന്തായാലും ഇന്ന് വേണ്ട, ഇനി സമയം കിടക്കല്ലേ. സാറിവിടെ വന്നിട്ട് എത്ര നാളായി? 5 കൊല്ലം കഴിഞ്ഞു. കുടുംബമായിട്ടാണോ? അല്ല, അവർക്ക് നാട്ടിലാ ജോലി. ഞാനിവിടെ അങ്ങ് കൂടും. അപ്പോ ആഹാരമൊക്കെ? രാത്രി കഞ്ഞി വയ്ക്കും, ബാക്കി വരുന്നത് രാവിലെ കുടിക്കും. ഉച്ചയ്ക്ക് പിള്ളേർക്കുണ്ടാക്കുന്ന ഉപ്പുമാവ് കാണും. സാധാരണ ആണുങ്ങളെ ഇങ്ങോട്ട് അയക്കാറ്. ഇത്തവണ എന്താണാ ഒരു മാറ്റം? ആരും നിൽക്കാറില്ല. ജോയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പേ ഇവിടെ എത്താറുള്ളൂ. സ്വാധീനം ഉപയോഗിച്ച് മാറ്റം വാങ്ങും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താമസിക്കാൻ സൗകര്യമില്ല. പോയി വരാനാണ് വാഹനങ്ങളില്ല. മഴ തുടങ്ങിയാൽ പിന്നത്തെ കാര്യം പറയാതിരിക്കുക ഭേദം. താമസത്തിന്റെ കാര്യത്തില് സാറ് വല്ലതും ആലോചിച്ചോ? നിങ്ങളുടെ എഴുത്ത് വന്നപ്പോ മുതൽ അതാ എൻ്റെ ആലോചന. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു ക്ഷാരമുണ്ട്. അവിടെ ഒരു അമ്മയും മകളും തനിച്ചാ താമസം. അത് നോക്കണമല്ലോ. ആണുങ്ങളുള്ള വീടായാൽ അതും പ്രയാസമാവും. അവര് സമ്മതിക്കോ? ചോദിച്ചു നോക്കാം. ഭജന ഇരിക്കാൻ വരുന്നവരെ താമസിപ്പിക്കാറുണ്ട്. ഭജന ഇരിക്കാനൊക്കെ ഇവിടെ ആള് വരുമോ? അത്ര വലിയ അമ്പലമൊന്നുമല്ല, പക്ഷെ വലിയ പേരാ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം. മനസ്സ് വെച്ച് നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാ അത് നടന്നിരിക്കും. അച്ചട്ട. ടീച്ചർ എന്തേ തീരുമാനിച്ചേ? ജോയിൻ ചെയ്യല്ലേ? ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൊല്ലം 5 ഇത് ആദ്യത്തേത്. വേണ്ടെന്ന് വെച്ചാ പിന്നെ എങ്ങനെയാ? എന്നാ വാ, നമുക്ക് അവരോട് താമസക്കാര്യം ചോദിക്കാം. സ്കൂളിലെ പുതിയ ടീച്ചർ ഇപ്പോ ഷാരത്താ താമസം കേട്ടു. ആ, എന്താ ജാതി? നായന്മാരാ. ഇറച്ചി മീനൊന്നും ചാരത്ത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊഴാൻ വരുന്ന മാഷില്ലേ, അങ്ങോരാ കൂട്ടിക്കൊണ്ട് വന്നേ. വിഷമിച്ച് പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയണേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിക്കാൻ പറ്റിയ വേറെ സ്ഥലം ഏതാ? പെണ്ണുങ്ങളാവുമ്പോ പിന്നെ പറയാനുമില്ല. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഓരോ സമ്പ്രദായേ. കല്യാണം കഴിഞ്ഞതാണോ? ആ, അതെ. ഒന്ന് പെറുകയും ചെയ്തു. അതുവോ? എന്താ കുട്ടി? ആൺകുട്ടിയാ. അപ്പോ സംബന്ധക്കാരനുണ്ടാവോ കൂടെ? ഏയ്, അങ്ങോർക്ക് വരാൻ പറ്റില്ല. തപാലി മാഷാ. ഉച്ചവരെ ഉള്ളൂ. ശമ്പളവും കുറവാ. വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടാ ജോലിക്ക് വന്നതെന്നാ പറഞ്ഞത്. ആദ്യത്തെ നിയമനല്ലേ, പറയുന്നിടത്ത് പോകാണ്ടിരിക്കാൻ പറ്റുമോ? തപാലുകാർക്കൊക്കെ ഇപ്പൊ നല്ല ശമ്പളല്ലേ? മാസ്റ്ററൊന്നും ആവില്ല, വെറുതെ വമ്പത്തം പറഞ്ഞതാവും. എന്തായാലും രാധയ്ക്കൊരു കൂട്ടായി. പശുവിനെ കറക്കലും
കുട്ടിയെ നോട്ടമൊക്കെ കഴിഞ്ഞു വരുമ്പോ തേവരക്ക് മാല കെട്ടാൻ സമയം ഉണ്ടാവോ ആവോ. ശാരത്താണെങ്കിൽ സ്ഥലം ധാരാളം. പിന്നെ അവർക്കൊരു സഹായാവെന്ന് കരുതിട്ടാ. ഭജനക്കാരാവുമ്പോ 7-8 ദിവസം കഴിയുമ്പോ പോവില്ലേ? ഇതിപ്പോ അതാ ഒരു ബുദ്ധിമുട്ട്. സാധനങ്ങളൊക്കെ മുകളിലത്തെ മുറിലേക്ക് എടുത്ത് വെക്കാം. സൗകര്യങ്ങളൊക്കെ കുറവാ. ഞാനൊരു കാൽപ്പെട്ടി ഒഴിച്ചു തരാം തുണികൾ വെക്കാൻ. ഓ, ഇതൊക്കെ തന്നെ ധാരാളാ. കൊള്ളാവുന്നൊരിടത്താണല്ലോ ആക്കി പോണെന്ന് തന്നെയാ വലിയൊരു സമാധാനം. പാമോനെ, മോൻ വരുന്നോ ചേച്ചിയുടെ അടുത്ത്? ആരാ വന്നിരിക്കണത് നീ കണ്ടില്ലേ രാധേ? ആരണംകുട്ടിയും ഭാര്യ. എവിടാ കുട്ടി? ഞാൻ അതിനെ കണ്ടിട്ടില്ല. എന്താ ഇങ്ങനെ ആരെ അറിയിക്കാണ്ട് ഒരു വരവ്? അത് ഏട്ടനല്ലമ്മേ, ഇവിടെ താമസിക്കാൻ വന്നോരാ. കുട്ടി അവരുടെയാ. എന്റെ പേര് ചന്ദ്രൻപിള്ള എന്നാ. നന്ദിനിക്ക് ഇവിടെ ടീച്ചറായി ജോലി കിട്ടി. നാരായണൻകുട്ടി അറിയോ? അവന് ഗവൺമെന്റിലാ ജോലി. കേസരി യോഗ. അതാ അടിക്കടി ഈ കയറ്റം. അവനെ കാണുവോ? കാണാം. ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ പറയണം. അവന്റെ കാശൊന്നും ഇവിടെ ആർക്കും വേണ്ട. പറയോ? പറയാം. മതി. ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങളെപ്പോഴാ അമ്പലത്തിൽ നിന്ന് വന്നേ? കൊറേ നേരായി, ഉണർത്തണ്ടെന്ന് കരുതി. കണ്ണം വല്ലതും കഴിച്ചിട്ടാണോ കിടന്നേ? അതെ. നന്ദിനിയും കൂടി ഇരുന്നോളൂ. വേണ്ട, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞാൻ വിളമ്പി കൊടുക്കാം. അയ്യോ, അത് വേണ്ട. അമ്മ കണ്ട ഒക്കെ അശുദ്ധാക്കിന്ന് പറയും. ഇവിടെ അരി വെക്കണ പതിവില്ല. അമ്പലത്തിൽ നിന്ന് കിട്ടണ നേതിച്ചോറ് തന്നെ ധാരാളാ. കറവയുള്ളോണ്ട് തൈരും ഉണ്ടാവും. ഒക്കെ മോശാവും. ഇതൊന്നും നിങ്ങൾക്ക് ശീലം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ഭാഗ്യം. എന്റെ പ്രാർത്ഥന ഫലിച്ചു. നിത്യം കുളിച്ചുവിടാൻ ഒരു അമ്പലം ഉണ്ടല്ലോ. എനിക്ക് ഇതിലേക്ക് എന്നെ വിളമ്പിയാൽ മതി. കഥ കടിച്ചേക്കട്ടെ. ആ കുട്ടിയുടേത് നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നു. നിന്റെ ഭാഗ്യം. പാവം, ഇതുവരെ ആരും വന്നില്ല. ഞാനത് ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്തേ പറ്റിയത്? അറിയില്ല, ഞാനൊന്നും ചോദിച്ചുമില്ല. അച്ഛൻ മരിച്ചു കുറച്ച് കഴിയണേനും ഏട്ടനും മരിച്ചു. അപകടമായിരുന്നു അത്രേ. അതിനുശേഷം അമ്മയ്ക്ക് ഈ ബുദ്ധിഭ്രമം തുടങ്ങിയത്. ഞാൻ വന്നതുകൊണ്ട് മിണ്ടാനും പറയാനും ഒരാളായല്ലോ എന്ന രാധയുടെ സമാധാനം. സ്കൂളിൽ പോകുമ്പോ കണ്ണനെ എന്ത് ചെയ്യുന്ന ഓർത്തായിരുന്നു എനിക്ക് വേവലാതി. എന്തായാലും കണ്ണനെ അവര് നോക്കിക്കോളൂ. അവന് പരിചയക്കുറവുണ്ട്. ഓ, അതൊക്കെ മാറിക്കോളും. നീ ഇവിടെ കിടക്ക്. വേണ്ട വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ആ ജനലിന്റെ പാളി ഒന്ന് തുറന്നിടാല്ലേ? അല്പം കാറ്റ് കയറട്ടെ.
എന്തൊരു ഉഷ്ണം. വാ മോനെ. നടന്നോ. ഞാൻ തൊഴുതിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. യാത്രയുടെ ബുദ്ധിമുട്ട് മാത്രമല്ല, പകരത്തിനൊരാളെ കിട്ടാനില്ല. പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. നന്ദിനിക്ക് പരിചയക്കുറവ് കാണും. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ഇവിടുത്തെ കാര്യങ്ങളോർത്ത് വിഷമിക്കണ്ട, സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഞാൻ ഈ വഴി അങ്ങ് പോകും. ഉണ്ണാൻ വരില്ലേ? ഇല്ല, 2 ദിവസത്തേക്ക് ഒരു പകരക്കാരനെ ഏൽപ്പിച്ചാ പോകുന്നത്. അയാൾ ഇനി എന്തൊക്കെ കുഴപ്പമാണോ ഉണ്ടാക്കി വെക്കാന്നറിയില്ല.